കൃഷിവെള്ളത്തെ കൊള്ളയടിച്ച, കുടിവെള്ളത്തെ കൊള്ളയടിച്ച, മണ്ണും ജലവും മലിനമാക്കിയ കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. കൊക്കോ കോളയെ സൃഷ്ടിക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ. ഇരകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കൂ.
സമരസമിതിയിലെ ഭൂരിപക്ഷം ആളുകൾക്കും മയിലമ്മ ഒരു നേതാവായി വരുന്നതിനോട് വിയോജിപ്പുണ്ട് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാവ് എന്ന് പറയുന്നത് വർഷങ്ങളായി ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന വളയോടി വേണുഗോപാലാണ് നേതാവായിട്ട് അവർക്ക് അംഗീകരിക്കാനാണ് കൂടുതൽ താല്പര്യവും ഇഷ്ടവും. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് അവരൊന്നും ഇത്ര പെട്ടെന്ന് മരണപ്പെടേണ്ട ആളുകളല്ല. അവർക്ക് ഈ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വന്നതുകൊണ്ടായിരിക്കും ആണ് ഇങ്ങനൊരു അവർക്ക് ജീവഹാനി സംഭവിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മയിലമ്മ എന്ന് പറയുന്നത് ഈ നമുക്കെതിരായിട്ട് ഇവിടുത്തെ സമരത്തിലെ പ്രവർത്തകർക്കെതിരെ പ്രവർത്തിച്ച ആളാണ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രചാരണം അവിടെ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമരപന്തലിൽ കയറ്റില്ല എന്ന് നിലപാടെടുക്കുകയും ചെയ്തതാണ് അവർ. കൊക്കക്കോളയ്ക്കും ആഗോളവൽക്കരണത്തിന് എതിരെയും പല നിലപാടുകളും സ്വീകരിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് കൊക്കക്കോളയെ ക്ഷണിച്ചുകൊണ്ട് വന്നത് തന്നെ ഇവരാണ്. ഈ സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിലും, അതായത് സമരവുമായി ബന്ധപ്പെട്ട് ഈ പ്ലാച്ചിമടിയിലെയും വിജയനഗരം കോളനിയിലെയും ആളുകൾ നേരിട്ടും അല്ലാതെയും നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യവും സമരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ, പിന്നെ പരോക്ഷമായിട്ട് അതായത് എന്തെങ്കിലും പരിപാടികളുണ്ടാകുമ്പോൾ മാത്രം സമരത്തിൽ അണിചേരുന്ന ആളുകൾ, അങ്ങനെ ഇവർക്കെല്ലാവർക്കും തന്നെ സമരത്തിന് വന്നതുകൊണ്ടും വന്നതുകൊണ്ടും ബാങ്കിൽ നിന്ന് നോട്ടീസ് വരും, സമരത്തിന് വരുന്നത് കൊണ്ടും ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാതിരിക്കാം, സമരത്തിന് വന്നാലും ഇല്ലെങ്കിലും നോട്ടീസ് വരാം, ലോൺ എടുക്കാതിരിക്കാം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമാണത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ സ്ഥിരമായിട്ട് സമരത്തിന് പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച് ബാങ്കിലൊരു കടവുണ്ടെങ്കിൽ അവർക്കത് അടയ്ക്കാൻ കഴിയില്ല. എന്തെങ്കിലും വരുമാനം ഉണ്ടെങ്കിലേ കഴിയുള്ളൂ. സമരത്തിന് സ്ഥിരമായി പങ്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കഴിയില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നോട്ടീസുകളൊക്കെ വരുമ്പോൾ ഒരു വലിയ ബാധ്യതയായിട്ട് മാറും. അങ്ങനെ മയിലമ്മയ്ക്കും അത് ബാധിച്ചിട്ടുണ്ട്. മയിലമ്മ ഈ കൊക്കക്കോള വിരുദ്ധ സമരത്തിൻ്റെ നേതാവായി വരുന്നതിൽ അല്ലെങ്കിൽ അവരോധിക്കപ്പെടുന്നതിൽ ഈ പറയുന്ന സമരസമിതിയുടെ ചെയർമാനായിട്ടുള്ള വിളയോടി വേണുഗോപാലിന് സ്വാഭാവികമായിട്ടും ഇഷ്ടമുണ്ടാവില്ലായിരിക്കാം. അത് അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് പല സന്ദർഭങ്ങളിലും എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അത് ഒരു ഭാഗം. അതോടൊപ്പം തന്നെ സ്വന്തം സമുദായത്തിലെ ആളുകളാണെങ്കിലും സമരസമിതിയിലെ ഭൂരിപക്ഷം ആളുകൾക്കും മയിലമ്മ ഒരു നേതാവായി വരുന്നതിനോട് വിയോജിപ്പുണ്ട് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാവ് എന്ന് പറയുന്നത് വർഷങ്ങളായി ആദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന വളയോടി വേണുഗോപാലാണ് നേതാവായിട്ട് അവർക്ക് അംഗീകരിക്കാനാണ് കൂടുതൽ താല്പര്യവും ഇഷ്ടവും. അങ്ങനെയുള്ള ആളുകളുണ്ട്. അതിൻ്റെ ഇടയിലുള്ള ആദിവാസി സംരക്ഷണ സംഘം പോലെയുള്ള പ്രവർത്തകർ ഈ മയിലമ്മയെ നേതാവാക്കണം എന്നുള്ള നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളും ഇവിടെ നടത്തുമ്പോൾ ഇത് രണ്ടും കൂടി ഉണ്ടാകുന്ന ഒരു ഏറ്റുമുട്ടലുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ. ഏത് സമരത്തിലായാലും അതിൻ്റെ ഇന്നർ സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ചെറിയ തീരുമാനങ്ങൾ പോലും ഒരു സമരത്തിൻ്റെ പ്രവർത്തനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ തോതിൽ ബാധിക്കും. അത് തീരുമാനം, അതുപോലെ തന്നെ നിലപാടുകളും ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു സമരസമിതിയെ സംബന്ധിച്ച് അതിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെ അംഗീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഒരു സമരസമിതിയിൽ രണ്ട് തരം നേതൃത്വം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള കുറേ പ്രശ്നങ്ങളുണ്ടാകും. സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളാണത്. എന്നാൽ അത് വലിയ തോതിൽ സമരത്തിന് ബാധിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ ബാധിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം എന്താ വെച്ചാൽ സമരസമിതി എടുക്കുന്ന തീരുമാനങ്ങൾ ഒറ്റക്കെട്ടായിട്ടാണ് നടപ്പിലാക്കുക. എന്ത് അഭിപ്രായ
ഒക്കെ ഉള്ള സമരസമിതി ഒരു തീരുമാനം എടുക്കുകയാണെന്ന് വിചാരിക്കുക. തീരുമാനം എടുത്ത കാര്യത്തിൽ എല്ലാവരും ഉറച്ചു നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ആരും ചരട് വലിക്കുകയോ സമരം വിജയിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അതിനങ്ങനെ കാര്യമായിട്ടൊന്നും ബാധിച്ചിട്ടില്ല. മാതൃഭൂമിയുടെ വാർഷികത്തോടനുബന്ധിച്ച് 25 സാരി സമരപന്തലിൽ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം സമരപന്തലിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈലമ്മയ്ക്കെതിരായിട്ടുള്ള പല പ്രവർത്തനങ്ങളും ഈ സമരപന്തലിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് പലരും മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ളതാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം അതിൻ്റെ പേരിൽ ഒരു വിഷയം ഉണ്ടാകുകയും എന്നിട്ട് പോലും സമരപന്തലിൽ നിന്നും മൈലമ്മ വിട്ടു നിന്നിട്ടില്ല. ഈ സമരത്തിൽ പല ആളുകളും മരണപ്പെട്ടിട്ടുണ്ട്. അതിലൊക്കെ വലിയ ദുരൂഹതകളുണ്ട്. അതിൽ ഒന്നാണ് മൈലമ്മയുടെ മരണം എന്ന് പറയുന്നത്. മൈലമ്മ സോറിയാസിസ് വന്നിട്ടാണ് മരിച്ച് എന്ന് പറയുന്നുണ്ട്. ഈ സോറിയാസിസും ഉണ്ട്, മൈലമ്മയ്ക്കുണ്ട്. പക്ഷേ ഈ പറയുന്ന ഈ പറയുന്ന മൈലമ്മയ്ക്ക് വന്നിട്ടുള്ള സമാനമായ രോഗങ്ങൾ ഈ പറയുന്ന പല ആർക്കും വരണ്ടേ? ഈ പ്ലാച്ചിമട കൊക്കക്കോള കമ്പനിക്ക് പരിസരത്തുള്ള വെള്ളം, ഭക്ഷണം ഇവ കഴിക്കുന്നത് മൂലം മൈലമ്മയ്ക്ക് ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അതേപോലെയുള്ള അസുഖം വേറെ ആർക്കെങ്കിലും വരണ്ടേ? വന്നിട്ടില്ല. വളരെ അപൂർവമായിട്ടുള്ള ഒരു രോഗം, സോറിയാസിസിന് സമാനമായിട്ടുള്ള ഒരു രോഗമാണ് മൈലമ്മയ്ക്ക് വന്നത്. മൈലമ്മ മരിച്ചു. അതുപോലെ തന്നെ അകാലത്തിൽ മരിച്ച ഒരാളാണ് സമരസമിതിയുടെ കൺവീനർ വേലൂർ സ്വാമിനാഥൻ. ഹൃദയാഘാതം മൂലമാണ് മരിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ മരിച്ച ഒരാളാണ് രാമദാസ്. ഇവരൊക്കെ സമരത്തിൻ്റെ പ്രധാന ഭാഗങ്ങളായി പ്രവർത്തിച്ച ആളുകളാണ്. അത് എങ്ങനെയാണ് എന്നുള്ളത് സംബന്ധിച്ചൊന്നും പറയാൻ നമ്മളെ ആളല്ല. പക്ഷേ അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരാളുടെ ജീവൻ അപകടപ്പെടുത്താൻ വലിയ പണിയൊന്നുമില്ല. പതുക്കെ ഒരാളെ കൊല്ലാൻ വലിയ പണിയൊന്നുമില്ല. ഈ ഔട്ട്ലുക്കിൻ്റെ അവാർഡ് കൊടുക്കാൻ വേണ്ടി ഡൽഹിയിൽ പോയി. പല കാര്യങ്ങൾക്ക് വേണ്ടിയും ഡൽഹിക്ക് പോയിട്ടുണ്ട് മൈലമ്മ. ഈ ഷാജി പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വേലൂർ സ്വാമിനാഥൻ. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ പല പരിപാടികൾക്കും പല ഭാഗത്തുനിന്ന് പോകുമ്പോൾ അത് ഭക്ഷണത്തിൽ എന്തെങ്കിലും കലക്കി കൊടുക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമല്ല ഒരു കോർപ്പറേറ്റ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് അവരൊന്നും ഇത്ര പെട്ടെന്ന് മരണപ്പെടേണ്ട ആളുകളല്ല. അവർക്ക് ഈ സമരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വന്നതുകൊണ്ടായിരിക്കും ആണ് ഇങ്ങനൊരു അവർക്ക് ജീവഹാനി സംഭവിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് തന്നെ കൊക്കക്കോളയ്ക്ക് ഭീഷണിയുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അവരുടേതായിട്ടുള്ള ഈ പറയുന്ന കോളയ്ക്കെതിരായിട്ട് പ്രവർത്തിച്ച ആളുകൾക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്, പല വഴിക്കും എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത്. ഇവിടെ പ്രകടമായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ലോകം അറിഞ്ഞ ഒരു സമരമാണ് പ്ലാച്ചിമട സമരം. ഇന്ത്യയിൽ സമരത്തിൻ്റെ മാതാവ് എന്നാണ് പ്ലാച്ചിമട സമരത്തെ പൊതുവെ വിശേഷിപ്പിക്കാറുള്ളത്. ഈ സമരം ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഒരു സമരമാണ്. അങ്ങനെയുള്ള ഒരു സമരത്തിൻ്റെ നേതൃത്വ സ്ഥാനത്ത് ഒരു ആദിവാസി സ്ത്രീ വരിക എന്നുള്ളത് സ്വാഭാവികമായും സമരസമിതിക്കാണെങ്കിലും സമരസമിതിക്ക് നേതൃത്വം കൊടുക്കുന്ന വിളയോടിക്കാണെങ്കിലും മറ്റ് പല ആളുകൾക്കും ചിലപ്പോൾ അത് യോജിക്കാൻ പറ്റാത്തതായിരിക്കാം. എന്ന് മാത്രമല്ല, ഈ നേതൃത്വ സ്ഥാനത്ത് ആര് വരണം എന്നുള്ളൊരു പ്രശ്നം പൊതുവേ ഉണ്ടാകുമല്ലോ. അത് എല്ലാവർക്കും ഓരോ മനുഷ്യനുമുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു തോന്നലായിരിക്കുമല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുമായിട്ടേ നമുക്കതിനെ കാണാൻ പറ്റുള്ളൂ. അത് മൈലമ്മ മരിച്ച ശേഷം മൃതദേഹം പൊതുദർശനത്തിന് വെക്കുന്നതിന് വേണ്ടി ഈ പ്ലാച്ചിമട സമരപന്തലിൽ കൊണ്ടുവന്നപ്പോൾ വരുന്നതിന് മുൻപ് തന്നെ പ്ലാച്ചിമടയിലെ സ്ത്രീകൾ, അവിടെ സമരപന്തലിൽ ഉണ്ടായിരുന്ന സ്ത്രീകൾ, ഈ രോഗം മോചിച്ച സമയത്തൊന്നും മൈലമ്മയ്ക്ക് സമരപന്തലിൽ വരാൻ കഴിഞ്ഞില്ലല്ലോ.
ആ സമയത്ത് മറ്റ് സമരപ്രവർത്തകരാണല്ലോ ഉണ്ടായിരുന്നത്. അവർക്കിടയിൽ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. മൈലമ്മ എന്ന് പറയുന്നത് ഈ നമുക്കെതിരായിട്ട് ഇവിടുത്തെ സമരത്തിലെ പ്രവർത്തകർക്കെതിരെ പ്രവർത്തിച്ച ആളാണ് എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പ്രചാരണം അവിടെ നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമരപന്തലിൽ കയറ്റില്ല എന്ന് നിലപാടെടുക്കുകയും ചെയ്തതാണ് അവർ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊക്കക്കോള കമ്പനിയുടെ മുമ്പിൽ തന്നെ, സമരപന്തലിന് മുമ്പിലുള്ള കൊക്കക്കോള കമ്പനിയുടെ മുമ്പിൽ തന്നെ മൃതദേഹം വെച്ചിട്ട് പിന്നെ കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അത് മുതലെടുക്കാനുള്ള ശ്രമമാണ് ഈ പറയുന്ന CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഒക്കെ ചെയ്തത്. മുതലെടുപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമരസമിതിക്കെതിരായിട്ട് അവർക്ക് ഈ ഒരു പ്രൊപ്പഗണ്ട കൊണ്ടുവരാൻ പറ്റിയല്ലോ. ഇത്രയും കാലം ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത ആദിവാസി സ്ത്രീയായിട്ടുള്ള മൈലമ്മയെ മരിച്ചിട്ടും അവർ സമരപന്തലിലേക്ക് കയറ്റിയില്ല എന്ന് പറയുന്നത് സമരത്തിനെതിരായിട്ടുള്ള ഒരു നിലപാടാണ്, സമരത്തിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ആ നിലപാടാണ് CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഈ സമയത്ത്. അതുകൊണ്ടാണ് പറഞ്ഞത് സമരത്തിനെതിരാണെന്നുള്ളത്. ഇത് ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഈ സമരത്തിൻ്റെ ഓരോ ചലനങ്ങളും സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കമ്പനിയേക്കാളും കൂടുതൽ പ്രതിസന്ധിയിലാകുന്നത് ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടികളുമാണ്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ സമരം ഒത്തുതീർപ്പാക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എന്താണ്? കൊക്കക്കോളയ്ക്കും ആഗോളവൽക്കരണത്തിന് എതിരെയും പല നിലപാടുകളും സ്വീകരിച്ചിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് കൊക്കക്കോളയെ ക്ഷണിച്ചുകൊണ്ട് വന്നത് തന്നെ ഇവരാണ്. ഒരു ഭാഗത്ത് ആഗോളവൽക്കരണത്തിനെതിരെ സംസാരിക്കുമ്പോൾ മറുവശത്ത് ഈ കമ്പനിയെ പച്ചപ്പരവതാനി വിരിച്ച് സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഒരു ഇരട്ടത്താപ്പാണ്. ഈ രാഷ്ട്രീയം തുറന്നു കാണിക്കാനുള്ള പ്രവർത്തനങ്ങൾ വളരെ ശക്തമായിട്ട് സമരസമിതി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്, അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ CPMനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇടതുപക്ഷ പാർട്ടികളെ സംബന്ധിച്ച് ഈ സമരം ഒത്തുതീർപ്പാക്കേണ്ടത് അവരുടെയും കൂടി ഒരു നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അല്ലെങ്കിൽ രാഷ്ട്രീയമായി അവരുടെ പാപ്പരത്തം തുറന്നു കാണിക്കപ്പെടും, അതൊരു വിഷയമുണ്ട്. അപ്പോൾ ഈ സമരം ഒത്തുതീർപ്പാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു പരിശ്രമം സ്വാഭാവികമായിട്ടും ഇവർ നടത്തും. അപ്പോൾ ഈ രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടവും ട്രേഡ് യൂണിയൻ നേതാക്കളൊക്കെ തന്നെ ഈ സമരത്തെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ സമരം എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ അണിയറ പ്രവർത്തനങ്ങളും എല്ലാ ട്രേഡ് യൂണിയൻ വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടവും ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഈ സമരസമിതിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നം അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ആശയവൈരുദ്ധ്യം അത് മുതലെടുത്തുകൊണ്ട് ഈ സമരത്തിൽ ഇത് രണ്ട് തരം ഐഡിയോളജിയിലാണ് ഈ സമരം പോകുന്നത്. ഒന്ന്, ആദിവാസികളായിട്ടുള്ള ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന മൈലമ്മയടക്കമുള്ള ആളുകളെ ഒഴിവാക്കാൻ വേണ്ടി ഒരു വിഭാഗം ശ്രമിക്കുന്നു എന്നുള്ള നിലയ്ക്ക് ഒരു രാഷ്ട്രീയ വൈരുദ്ധ്യം ഇവിടെ ഉണ്ടാക്കുകയും ഇതിനെ രണ്ടാക്കി മാറ്റുകയും ചെയ്യാന്നുള്ളത് സ്വാഭാവികമായിട്ടും അവർ ചിന്തിക്കുമല്ലോ. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരെ കയ്യിലെടുക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഐക്യദാർഢ്യ സമിതിയുടെ ജനറൽ കൺവീനറായിരുന്നത് ആർ അജയനായിരുന്നു. അദ്ദേഹം CPIൻ്റെ സർവീസ് സംഘടനകളുടെ സംസ്ഥാന പ്രസിഡൻ്റാണ്. അപ്പോൾ സ്വാഭാവികമായും ഇടതുപക്ഷ ചായ്വ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അവർക്ക് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതോടൊപ്പം തന്നെ ഈ സമരത്തെ പരിപോഷിക്കുന്നതോടൊപ്പം തന്നെ ഈ സമരം ഒത്തുതീർപ്പാക്കേണ്ട ഒരു ഉത്തരവാദിത്വം ബാധ്യതയും അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഉള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ കൊക്കക്കോള നിരോധനത്തിലേക്ക് ഹൈക്കോടതിയെ എത്തിക്കണമല്ലോ, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ഈ കൊക്കക്കോള നിരോധിച്ചു, ഇനി സമരത്തിൻ്റെ ആവശ്യമില്ല എന്ന് ഇവരെ ബോധ്യപ്പെടുത്താൻ എന്താ കാരണം? ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ നിലവിലുള്ള സമരസമിതിയിലെ പല ആളുകളും മൈലമ്മയെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട്, സമരപന്തലിൽ വരാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്.
അവർക്ക് ആരോഗ്യത്തിൻ്റെ പ്രശ്നമുണ്ട്, ആരോഗ്യ പ്രശ്നം കൊണ്ട് വരാൻ പറ്റാത്തതിൻ്റെ പ്രയാസമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ സമരത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം CPM അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ മുതലെടുത്ത് ഇവരെ കൊണ്ട് സമരം നിർത്തി എന്ന് കൊക്കക്കോള നിരോധനം നടത്തിയതുകൊണ്ട് സമരം ഞങ്ങൾ നിർത്തുകയാണ് എന്ന് പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കാനുള്ള പരിപാടി അവർ ചെയ്യുകയായിരുന്നു. മേധ പട്കർ പലതവണ പ്ലാച്ചിമടയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു NIPMൻ്റെ നേതൃത്വത്തിൽ നിരവധി ഐക്യദാർഢ്യ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. NIPMൻ്റെ നേതൃത്വത്തിലാണ് കേരളത്തിൽ എല്ലാ സാമൂഹിക സാംസ്കാരിക സംഘടനകളെയും അണിനിരത്തിക്കൊണ്ട് ഒരു ഐക്യദാർഢ്യ സമിതി രൂപീകരിച്ചത്. NIPMൻ്റെ നേതൃത്വത്തിലാണ് ദേശ് ബച്ചാവോ ദേശ് ബനാവോ അഭിയാൻ എന്ന് പറയുന്ന ഒരു യാത്ര, അതായത് പ്ലാച്ചിമടയിൽ നിന്ന് തുടങ്ങി അയോധ്യ വരയ്ക്കും ഒരു യാത്ര സംഘടിപ്പിച്ചത്. ആ യാത്ര എന്ന് പറയുന്നത് ഈ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് യാത്ര അവിടെ സമാപിച്ചത്. അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ജലസമ്മേളനം നടത്തിയത് ഈ മാതൃഭൂമിയുടെ നേതൃത്വത്തിലാണ് ലോക ജലസമ്മേളനം പ്ലാച്ചിമടയിൽ നടത്തിയത്. അതൊരു ഹൈജാക്കിംഗ് ആണെന്ന് പറയാം. ഈ സമരത്തെ മാതൃഭൂമിയുടെ സമരമാക്കി മാറ്റുക, ഈ സമരത്തെ MP വീരേന്ദ്രകുമാറിൻ്റെ സമരമാക്കി മാറ്റുക, പ്ലാച്ചിമട സമരത്തെ ഈ പറയുന്ന ജനതാദളിൻ്റെ സമരമാക്കി മാറ്റുക എന്നുള്ള നിഗൂഢമായ ലക്ഷ്യം ആ ജലസമ്മേളനത്തിന് ഉണ്ടായിരുന്നു എന്ന് ഞാൻ ഉറച്ചും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവർ ജലസമ്മേളനം നടത്തുമ്പോൾ ജലസമ്മേളനത്തിൻ്റെ കാര്യങ്ങൾ സമരസമിതിയായിട്ട് ആലോചിച്ചിട്ടല്ല അവർ തീരുമാനിക്കുന്നത്. മാതൃഭൂമിയുടെ നേതൃത്വത്തിൽ അവർ തീരുമാനിക്കുന്നു, നടപ്പിലാക്കുന്നു. ഈ ജലസമ്മേളനം നടക്കുന്നതിന് മുന്നോടിയായിട്ട് ജലസമ്മേളനം തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ കമ്പനിയുടെ തൊട്ടടുത്തുള്ള കൃഷി സ്ഥലത്താണ് ഇത് ജലസമ്മേളനം, ഗ്രൗണ്ടിലാണ്, കമ്പനിക്ക് അടുത്തുള്ള ഗ്രൗണ്ടിലാണ് ഈ ജലസമ്മേളനത്തിൻ്റെ സ്റ്റേജ് ഉള്ളത്. ഈ ജലസമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് സമരസമിതിയുടെ നേതൃത്വത്തിൽ ഒരു ഉപരോധം, കമ്പനിക്കെതിരായിട്ടുള്ള ഉപരോധം നടക്കുകയാണ്. ആ ഉപരോധം കഴിയുന്നതിന് മുൻപ് തന്നെ, ഉപരോധം കഴിഞ്ഞ് ഈ ഉപരോധത്തിൽ പങ്കെടുത്ത ആളുകളൊക്കെ ജലസമ്മേളനത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഈ പരിപാടി കഴിയുന്നതിന് മുമ്പ് തന്നെ അവിടെ പരിപാടി തുടങ്ങി. വലിയ മൈക്കുകളും ശബ്ദങ്ങളും കോലാഹലങ്ങളോടുകൂടി തുടങ്ങി. അപ്പോൾ ഇതിൽ കുറേ ആളുകൾ പാതിയിൽ വെച്ച് എണീറ്റ് പോയി, അങ്ങോട്ട് ജലസമ്മേളനത്തിൽ വേദിയിലേക്ക് പോയി. അങ്ങനെ പോയി. പിന്നെ അതുപോലെ തന്നെ ഈ സമരം അവസാനിപ്പിച്ചിട്ട് ഇവിടെ മാതൃഭൂമിക്കെതിരെ മുദ്രാവാക്യമൊക്കെ വിളിച്ചിരുന്നു. ജലസമ്മേളനത്തിനെതിരായിട്ടല്ല, അന്ന് ഈ പരിപാടി കലക്കാൻ വേണ്ടിയും ഇത് പ്ലാച്ചിമട സമരം ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ആണ് ഈ ജലസമ്മേളനം ഇവിടെ വെച്ചത് എന്നുള്ള നിലയ്ക്ക് ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ഐക്യദാർഢ്യ പ്രവർത്തകരെ അവിടെ മുദ്രാവാക്യമൊക്കെ വിളിച്ചിരുന്നു. പിന്നെ ഈ പരിപാടി അവസാനിപ്പിച്ച് എല്ലാവരും ജലസമ്മേളനത്തിൽ സഹകരിച്ചു.